അപ്പോൾ അടുത്ത് നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് നമ്മൾ ഡോറൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് വിൻഡോസിനെ പറ്റിയാണ്. ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻസ് ഫോർ വിൻഡോസ്. ഓക്കെ, വിൻഡോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് വിൻഡോ എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം ആയിരിക്കണം. ഓക്കെ, ബ്രെഡ്ത്ത് ഓഫ് വിൻഡോ. ഓക്കെ, വിൻഡോയുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് റൂമിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതേ പ്ലസ് ഹൈറ്റ്, ആ റൂമിൻ്റെ ഹൈറ്റ് എത്ര, അതിൻ്റെ രണ്ടിൻ്റെ സമ്മിൻ്റെ 1/8 ആയിരിക്കണം. ഇത് കാണാൻ പഠിക്കണം കേട്ടോ. ഇനി ഫോർ 30 മീറ്റർ സ്ക്വയർ ഇൻസൈഡ് കണ്ടന്റ് ഓഫ് ദ റൂം ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1 മീറ്റർ സ്ക്വയർ ഓഫ് വിൻഡോ ഓപ്പണിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു റൂമിൽ 30 മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഇൻസൈഡ് ഏരിയ എങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മീറ്റർ സ്ക്വയർ എത്ര ഈ വിൻഡോ ഓപ്പണിങ്ങിൻ്റെ എന്താണ് ഓപ്പണിങ് എത്രയായിരിക്കണം? അറ്റ്ലീസ്റ്റ് 1 മീറ്റർ സ്ക്വയർ എങ്കിലും അവിടെ ഒരു വിൻഡോ ഓപ്പണിങ് ഉണ്ടായിരിക്കണം. ദെൻ അത് കഴിഞ്ഞ് പറയുന്നത് ദ ടോട്ടൽ ഏരിയ ഓഫ് വിൻഡോ ഓപ്പണിങ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 15% ഓഫ് ഫ്ലോർ ഏരിയ ഓഫ് ദ റൂം. ഓക്കെ, നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ഫ്ലോർ ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ 15% എങ്കിലും വിൻഡോ ഓപ്പണിങ്ങിൻ്റെ ടോട്ടൽ ഏരിയ ഓഫ് വിൻഡോ ഓപ്പണിങ് വരണം. ദെൻ ടോട്ടൽ ഏരിയ ഓഫ് ഗ്ലാസ് പാനൽസ് ഇൻ ദ വിൻഡോ ഓപ്പണിങ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ ഫ്ലോർ ഏരിയ ഓഫ് ദ റൂം. ഓക്കെ, ആ ഫ്ലോർ ഏരിയയുടെ 10% എങ്കിലും എന്ത് വേണം? ഗ്ലാസ് പാനൽസിൻ്റെ ടോട്ടൽ ഏരിയ വരണം. ദെൻ മിനിമം വിഡ്ത്ത് ഫോർ ഇൻറ്റീരിയർ ഡോസിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 800 mm. എക്സ്റ്റേണൽ ഡോർസിൻ്റെ മിനിമം വിഡ്ത്ത് എത്രയാണ്? 1 മീറ്റർ. ദെൻ പബ്ലിക് ബിൽഡിങ്സിന് യൂസ് ചെയ്യുന്ന ഡോറിൻ്റെ എന്താണ് മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ. ഇത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ, വാല്യൂസ് പഠിക്കണം. ദെൻ ഹൈറ്റ് ഓഫ് ഡോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു, നമ്മളിനി ഡോറിൻ്റെ സൈസൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു ഫോമുലയാണ് ഇവിടെ പറയുന്നത്. ഹൈറ്റ് ഓഫ് ഡോർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വിഡ്ത്ത് പ്ലസ് 1 മീറ്റർ ടു 1.2 മീറ്റർ അപ്രോക്സിമേറ്റ്. അപ്പം ഹൈറ്റ് ഓഫ് ഡോർ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഡോർ പ്ലസ് 1 മീറ്റർ ടു 1.2 മീറ്റർ ആയിരിക്കണം. ദെൻ വിഡ്ത്ത് ഓഫ് ഡോർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0.4 ടു 0.6 ഓഫ് ഹൈറ്റ് ആയിരിക്കണം. സോ ഈ രണ്ട് റൂളിൽ നിന്നും നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ഡോർസ് നമ്മൾ ഡയമെൻഷൻ തീരുമാനിക്കുന്നത്. ദെൻ ദ സൈസ് ഓഫ് ഡോർസ് ഫോർ ബാത്റൂം മേ ബി ടേക്കൺ ആസ്, ബാത്റൂമിൻ്റെ ഡോറിൻ്റെ സൈസ് നമ്മൾ എടുക്കുന്നത് 0.75/2.1 മീറ്റർ ആണ്. എത്രയാണ്? 0.75/2.1 മീറ്റർ. ദെൻ BAS റെക്കമെൻഡേഷൻസ് പ്രകാരം നമ്മുടെ എന്താണ് ഒരു 5 mm മാർജിൻ നമ്മളെപ്പോഴും ഡോർ ഫ്രെയിമിൻ്റെയും വിൻഡോ ഫ്രെയിമിൻ്റെയും സൈസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 5 mm മാർജിൻ കൊടുക്കണം. ഓൾ റൗണ്ട് ദ ഓപ്പണിംഗ് ഫോർ കൺവീനിയൻസ് ഓഫ് ഫിക്സ് ചെയ്യാനുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഫ്രെയിമിൽ ഒരു 5 mm മാർജിൻ കൊടുക്കണം. അതുപോലെ തന്നെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഓപ്പണിംഗ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ നമ്പർ ഓഫ് മോഡ്യൂൾസ് വെയർ ഈച്ച് മോഡ്യൂൾ ഈസ് 100 mm. സോ ആ ഒരു ഡോറിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് മോഡ്യൂൾസ്, അതായത് 8D12 എന്ന് ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഈ 8 എന്ന് പറഞ്ഞാൽ 8 മോഡ്യൂൾസ്. ഓക്കെ, 8 മോഡ്യൂൾസ് അത്രയും വിഡ്ത്താണ്. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് 8 മോഡ്യൂൾസ് ആണ്. 12 എന്ന് ഇട്ടിരുന്നാൽ ഹൈറ്റ് എന്ന് പറയുന്നത് 8 മോഡ്യൂൾസ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇനി 1 മോഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 100 mm ആണ്. സോ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാം? ഡോസിൻ്റെ സൈസ് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കണ്ടോ 8DS20 എന്ന് ഇട്ടിരുന്നാൽ അതിൻ്റെ സൈസ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് എന്താണ്? 8DS20 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ 8 മോഡ്യൂൾസ് ആണല്ലോ. നമ്മൾ പറഞ്ഞു 1 മോഡ്യൂൾ എന്ന് പറയുന്നത് ഈക്വൽ ടു 100 mm ആണെന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ 8 മോഡ്യൂൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 800 mm. സോ 800 mm ആണ് സൈസ് ഓഫ് ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഹൈറ്റ് എത്രയാണ്? 20 മോഡ്യൂൾസ് ആണ്. സോ 20 × 100 ദാറ്റ് ഈസ് 2000 mm. ഇനി സൈസ് ഓഫ് ഡോർ ഫ്രെയിം എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ 800, അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നോ അതിൽ നിന്നും ഒരു 10 മൈനസ് ചെയ്യുക. 800 നിന്ന് 10 മൈനസ് എത്രയാണ്? 790. അതുപോലെ 2000 നിന്ന് 10 മൈനസ് എത്രയാണ്? ഇറ്റ് ഈസ് 1990. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഡോറ് ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ. ഇനി ഇവിടെ നോക്കിയേ 10DT21 എന്ന് പറഞ്ഞാൽ 10 × 100 എത്രയാണ്? 1000 mm ആണ് വിഡ്ത്ത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 21 × 100 ദറ്റ് ഈസ് 2100. ഇനി സൈസ് ഓഫ് ഡോർ ഫ്രെയിം പറയുമ്പോൾ ഇതിൽ നിന്നും 10 മൈനസ് ചെയ്ത് ഇവിടേക്ക് എഴുതുക. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും DS/DT എന്നൊക്കെ എഴുതാം. D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡോർ എന്നാണ്. ഓക്കെ, S എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷട്ടർ എന്നാണ്, സിംഗിൾ ഷട്ടർ. ഓക്കെ, T എന്ന് പറഞ്ഞാലോ ഡബിൾ ഷട്ടർ ഡോറിനുള്ള ആണ് നമ്മൾ T കൊടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതും കൂടെ അറിഞ്ഞിരിക്കുക. ദെൻ വിൻഡോസിൻ്റെ സൈസും ഇതുപോലെ നമുക്ക് പറയാൻ പറ്റും. അതായത് 6WS12 എന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വിൻഡോ. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ ഷട്ടറും, ദെൻ ടി എന്ന് പറയുന്നത് ഡബിൾ ഷട്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ. ഇനി ഇവിടെ എല്ലാം മോഡ്യൂൾസിൻ്റെ സൈസാണ് പറയുന്നത്. സോ അത് 10x100 ചെയ്യുമ്പോഴത്തേക്കും 1000 mm ആണ് അവിടെ വരുന്നത്. 12x100 1200 mm ആണ് സൈസ് ഓഫ് ഓപ്പണിംഗ് വരുന്നത്. അതിൽ നിന്ന് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു റൂം, ഈ ഒരു റൂം എടുക്കുകയാണെങ്കിൽ ആ റൂമിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഡോർ ഫിക്സ് ചെയ്യത്തില്ല. പകരം അതിൻ്റെ കോർണറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോറ് ഫിക്സ് ചെയ്യുന്നത്. കോർണറിലായിരിക്കും ഡോർ ഫിക്സ് ചെയ്യുന്നത്. എന്നും പറഞ്ഞ് ഈ കോർണറിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമോ, ഇല്ല. ഈ ഒരു കോർണറിൽ നിന്നും ഒരു 200 mm മാറി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡോർ ഫിക്സ് ചെയ്യാൻ. ഓക്കെ, സോ ഇവിടെ ആയിട്ട് വരുന്നു ഡോറ്. സോ കോർണറിൽ കൊണ്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ കോർണറിൽ വെക്കാനല്ല, ആ കോർണറിൽ നിന്ന് ഒരു 200 mm മാറിയിട്ട് വേണം നമ്മൾ ഡോർ ഫിക്സ് ചെയ്യാൻ. ഇനി ദ സിൽ ഓഫ് എ വിൻഡോ. ഇനി ഇതിപ്പം നമ്മൾ ഡോറിൻ്റെ കേസ് പറഞ്ഞു. ഇനി വിൻഡോയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വോളെന്ന് വയ്ക്കുക. ഓക്കെ, ഒരു വീടിൻ്റെ വോളാണത്. അതിന് പറയുന്നത് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫ്ലോർ ലെവൽ. ഈ ഫ്ലോർ ലെവലിൽ നിന്നും ഒരു 700 mm to 800 mm ഡിസ്റ്റൻസിൽ വേണം, മുകളിലായിട്ട് വേണം ആ ഒരു വിൻഡോയുടെ സില്ല് വരാൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സില്ലാണ്. സോ ബാക്കി വിൻഡോ ഇവിടെ മുകളിലായിട്ട് വരും. സോ അതിനൊരു ഹെഡും ഉണ്ടാവും, സില്ലുണ്ടാവും. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ദ വിഡ്ത്ത് ഓഫ് എ ഡോർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വിഡ്ത്ത് ഓഫ് ഡോർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഇറ്റ് ഈസ് 0.75 meter. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡോർസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.